എൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഈ ഒരു കൊച്ചു കലാകാരനെ നിങ്ങൾ പ്രേക്ഷകർ, പ്രത്യേകിച്ചും പ്രേക്ഷകരുടെ ഇതാണ് വളർച്ചയാണ് ഈ ഇരിക്കുന്ന കലാകാരി. പേരിൽ പോലെ തന്നെ പ്രത്യേകത ഇവളുടെ ജീവിതത്തിലുണ്ട്. ഇവളൊരു ഞാൻ പറയുകയാണെങ്കിൽ MMA മിക്സഡ് മാർഷൽ ആർട്സിൽ സ്റ്റേറ്റ് ലെവൽ ഗോൾഡ് മെഡലിസ്റ്റാണ്. ഇൻഡിവിജ്വൽ സഹോദരി ഇൻഡിവിജ്വൽ ചാമ്പ്യനാണ്. വിജയഗിരി സ്കൂളിൽ ചാമ്പ്യനാണ്. അതുപോലെ തന്നെ ഇവളൊരു ഡാൻസറാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, സിംഗറാണ്, ഫുട്ബോൾ പ്ലെയറാണ്, സ്പോർട്സ് താരമാണ്. എല്ലാം കൊണ്ടും ദൈവം അനുഗ്രഹം വാരികോരി കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയെന്ന് എൻ്റെ മോളായതുകൊണ്ട് മാത്രം പറയണതല്ല. ദൈവം എന്നും അവളോടൊപ്പം ഉണ്ടാവും അവളുടെ ജീവിതത്തിൽ. ദൈവം നമ്മൾക്ക് ഓരോ പാത തരില്ലേ. ഇപ്പോൾ സാജു നവോദയയുടെ ഒരു പാതയാണ് ഞങ്ങൾക്ക് തെളിച്ചു തന്നത്. കഴിഞ്ഞൊരു സിനിമയിൽ ഇവിടെ ഓൾറെഡി വിഷമം കൂടിയും പറയാം. ഒരു സിനിമയിൽ നായികയായിട്ട് വിളിച്ചിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല സിനിമയുടെ. അന്ന് അവൾ വളരെ പ്രതീക്ഷകളുണ്ട്. ഒരു ആദ്യമായിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ പല കളികളും ഇപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ കിട്ടുമ്പോൾ അറിയാലോ, സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ പല പാറകൾ കൊണ്ടും ഈ മലയാള സിനിമയിൽ വന്ന ഒരു പ്രശ്നം എന്താ പറയുക ഒഴിവാക്കൽ അവിടെ നടന്നു. അന്ന് അവൾ വിഷമം, ഇന്നാണ് അവൾ ശരിക്കും ഹാപ്പി ആയത്. ശരിക്കും സാജു എൻ്റെ സുഹൃത്താണ്. സാജു നവോദയയുടെ ഒരു ഗംഗ, യമുന, സിന്ധു, സരസ്വതി സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവരും പോയി ദയവ് ചെയ്ത് കാണണം, പ്രോത്സാഹിപ്പിക്കണം. വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. സ്കിലാച്ചി, ഈ സ്കിലാച്ചി എന്ന് പറയുന്ന പേരിടാനുള്ള കാരണം ഇത് ഇറ്റലിയിലെ ഒരു ഫുട്ബോൾ പ്ലെയറുടെ പേരാണ് സ്കിലാച്ചി. അപ്പോൾ ഇവൾക്കും അതിന് ആ ഒരു ഫുട്ബോളിനോട് വലിയൊരു പ്രണയമാണ്. പിന്നെ ഞാനൊരു സ്പോർട്സ് മാസ്റ്ററാണ്, PT മാസ്റ്ററാണ്. കാർമൽ HSS ചാലക്കുടി സ്കൂളിലെ സ്പോർട്സ് മാസ്റ്ററാണ്, സ്കൗട്ട് മാസ്റ്ററാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു പേരിട്ടപ്പോൾ എന്തായാലും അവളുടെ ജീവിതത്തിൽ അത് തന്നെ പ്രകടമാവണം. ഓരോ കലയിലേക്ക് ഇപ്പോൾ അവൾക്ക് ഇല്ലാത്ത കഴിവെന്ന് ഞാൻ പറയും. അവളെ മകളെ നിർത്തിയിട്ട് പോയിട്ട് പറയുന്നത് വിചാരിക്കരുത് ആരും. അവളുടെ പ്രകടനം എന്തായാലും കണ്ട് ഞാനും, അതുകൊണ്ടാണ് മലയാളി ഇപ്പോൾ അവൾ ഡോക്ടറിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. എന്നാലും അവളുടെ ഉള്ളിൽ ഈ ഒരു കല നമ്മൾ നശിപ്പിക്കാൻ തയ്യാറല്ല. എനിക്ക് എൻ്റേതായ ഒരു പാത തുറന്നു കൊടുക്കാൻ സ്കിലാച്ചിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അവളുടെ മിടുക്കാണ്. ഇനി അവളുടേതായ പ്രകടനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം. അവസരം ആരും നിഷേധിക്കരുത്. എനിക്ക് മലയാള സിനിമയിൽ പറയാൻ എല്ലാവരോടും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഒരാളുടെ അവസരം ഒരാൾ മൂലം കലയിൽ ആരും പുതുകാലം വെട്ടരുത്, ദയവ് ചെയ്തു. അത് കല ദൈവിക ദാനമാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഈ 40-40 ഞാൻ വയസ്സ് പറയുള്ള 30 വർഷത്തോളം ഞാൻ കലാ ഫീൽഡിൽ നിന്നിട്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരാളുടെയും കല ദൈവത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ട് ഞാൻ കാണണം. ഒരാളുടെയും കലേനെ അവസരങ്ങൾ നിഷേധിക്കരുത്, പ്ലീസ്.